ടു ഫിനാലെയുടെ കറക്കും തളിക ടാസ്ക് ഇല്ലേ? അതിന്റെ ഫസ്റ്റ് റൗണ്ട് അനുമോൾക്ക് സ്വന്തം. എന്ന് വെച്ചാല് 3 റൗണ്ടായിട്ട് നടക്കുന്നു. ഒരു റൗണ്ടിൽ 3 പേര് വീതമാണ്. എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നോ അവർക്കാണ് അതനുസരിച്ചാണ് കിട്ടാൻ പോകുന്നത്. പോയിന്റുകൾ കിട്ടാൻ പോകുന്നത്. ഇവിടെ വേറൊരു അബദ്ധമുണ്ട്. ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ള പസിൽസുകളുണ്ട്. അതിവിടെ നിരത്തണം. ആരും അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഭയങ്കര ടഫായ കാര്യമാണ്. ആ പസിലുകളിന്റെ മോഡൽ കൂടി കൊടുത്തിട്ടില്ല. കൊടുക്കാതെ ആ പസിലുകൾ കറക്റ്റിന് അവിടെ നിരത്തിയെങ്കിലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പക്ഷെ അനുമോളൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് കൂടുതലും ആരും മൈൻഡ് ചെയ്തിട്ടില്ല ആ സംഭവം. മൈൻഡ് ചെയ്യാത്തവർക്ക് ഭയങ്കര പാടാണ് അത് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പം ആദ്യ റൗണ്ടിൽ തന്നെ അനുമോൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു കറക്കി എടുക്കുന്ന ഒരു പെഡസ്റ്റൽ ഒരു റൗണ്ട് കളറിലൊരു റൗണ്ടിലൊരു ഇത് ഇതുണ്ട്. അതെന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അതിന്റെ കൂടെ കറങ്ങി അത് പൊക്കിയെടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് പസിലുകൾ നിരത്തി വെച്ച് വിന്നർ ആവുക എന്നതാണ് ടാസ്ക്. പക്ഷേ ഇവിടെ ആ പെഡസ്റ്റലിനകത്തുനിന്ന് അനീഷയുടെ അടുത്ത പെഡസ്റ്റലിൽ നിന്നും ഇളകി പോരുന്നുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ സാവ്മാൻ ചെയ്യുമ്പോൾ ആ പെഡസ്റ്റലോടെ പൊക്കിയെടുത്തുകൊണ്ടാണ് സാവ്മാൻ ചെയ്തത്. അങ്ങനെ അവർക്ക് ഫസ്റ്റ് റൗണ്ടിൽ അവർക്ക് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അവർക്ക് അടുത്തൊരു ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുമോള് പെട്ടെന്ന് തന്നെ അത് കറക്കി ചുറ്റി എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പസിൽ നിരത്തുന്ന കാര്യത്തിൽ അനുമോള് പെട്ടുപോയി ഇരിക്കുകയാണ്. ആ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നുള്ള ആ മോഡൽ ഉണ്ടല്ലോ, ആ ഫോട്ടോ ഇവിടെ അതേ കണക്ക് പസിൽ നിരത്തണം. പക്ഷെ നടക്കത്തില്ല. ഭയങ്കര പാടുപെടുന്നുണ്ട്. ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്.